ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജിയോ ഫുഡ് ന്യൂസ് ടുഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം നമ്മളൊന്ന് വായിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? മോഷ്ടിക്കുവാനും അറക്കുവാനും മുടിക്കുവാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രയും ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നല്ല ഇടയനാകും. നമ്മുടെ കർത്താവ് അവൻ നമ്മളെ തേടി ഈ ഭൂമിയിലേക്ക് വന്നത് നമുക്ക് ജീവൻ നൽകുവാനും സമൃദ്ധിയായിട്ട് ജീവൻ നൽകുവാനും നമുക്ക് സന്തോഷം നൽകുവാനും വേണ്ടിയിട്ടാണ്. എന്നാൽ നമ്മുടെ സന്തോഷത്തെയും നമ്മുടെ സമാധാനത്തെയും നമ്മുടെ അനുഗ്രഹങ്ങളെയും മോഷ്ടിക്കുന്ന ഒരുവനുണ്ട്. അവനാണ് പിശാച്. കർത്താവായ യേശുക്രിസ്തു കൽവരിക്കുരിശിൽ അവനെ ആയുധവർഗം വെപ്പിച്ചു. എങ്കിലും അവൻ ഇപ്പോഴും ഉണ്ട്. അവനെ പൂർണ്ണമായി നരകത്തിലേക്ക് തള്ളിയിട്ടില്ല. അതിനുള്ള ന്യായവിധിയെല്ലാം കൽപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അവൻ നരകത്തിലേക്ക് പോയിട്ടില്ല. എന്നാൽ ഇവിടെ നിന്നുകൊണ്ട് അവൻ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവജനത്തെ കബളിപ്പിച്ചുകൊണ്ട് അവൻ തന്ത്രശാലിയാണ്. അവൻ ശക്തനൊന്നുമല്ല, പക്ഷെ അവൻ തന്ത്രശാലിയാണ്. അവൻ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് താനെന്തോ വലിയ സിംഹമാണെന്ന് കാണിച്ചുകൊണ്ട്, താൻ വലിയ ആളാണെന്ന് കാണിച്ചുകൊണ്ട് അവൻ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ തന്ത്രങ്ങളിൽ പല വിശ്വാസികളും പല പാസ്റ്റർമാരും പോലും വീണിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഞാനും ഒരു സമയത്തൊക്കെ ഈ കാര്യങ്ങൾ അറിയാതെ ഈ തന്ത്രങ്ങളിൽ വീണ് പോയിട്ടുണ്ട്. കടബാധ്യതയിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ പലവിധ ഞെരുക്കങ്ങളിലൂടെ എല്ലാം കടന്നു പോയിട്ടുണ്ട്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളും ദൈവത്തിൽ നിന്നുള്ളതല്ല. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം. ഞാൻ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കാരക്കൽ എന്ന് പറയുന്ന സഭയിലാണ് പോയത്. അവിടുത്തെ ഒരു പാസ്റ്ററുമായിട്ട് പരിചയപ്പെടുകയും എൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ ഞാൻ ആവശ്യപ്പെടുകയും അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അങ്ങനെ അദ്ദേഹം ആ സഭയിലേക്ക് എന്നെ വിളിക്കുകയും എന്നോട് അവിടെ സാക്ഷ്യം പറയാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഞാൻ അങ്ങനെ അവിടെ സാക്ഷ്യം പറഞ്ഞു. ഒരു 10 മിനിറ്റ്, അധികമൊന്നും ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഒരു 10 മിനിറ്റ് സാക്ഷ്യം പറഞ്ഞപ്പോൾ അതിനുശേഷം അദ്ദേഹം ആ സഭയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. പലരെയും അങ്ങനെ കൊണ്ടുവന്നു. അങ്ങനെ ഓരോരുത്തരുടെ വിഷയങ്ങൾ പറഞ്ഞിട്ട് പ്രാർത്ഥന സമയത്ത് ഒരു പാട്ടി പറഞ്ഞു. അവരുടെ കൈക്ക് ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞു. ഉടനെ ഞാൻ ആ പാട്ടിയുടെ കയ്യിൽ പിടിച്ചിട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിശാച് കെട്ടിയിരിക്കുന്ന ആ കെട്ട് ഞാൻ അഴിച്ചു വിട്ടു. അപ്പോൾ അത് അവർക്ക് ഉടനെ തന്നെ ഞാൻ ചോദിച്ചു, എന്തായി, ഒരു സുഖം കിട്ടിയോ എന്ന് ചോദിച്ചു. ഒരു ആശ്വാസമായോ, ഒരു വേദന മാറിയോ എന്ന് ചോദിച്ചു. അപ്പോൾ വേദന മാറിയെന്ന് പറഞ്ഞു. ഒരല്പം മുമ്പ്, ഈ വീഡിയോ തയ്യാറാക്കുന്നതിന് അല്പം മുമ്പ് പാസ്റ്റർ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പാസ്റ്റർ എന്നെ വിളിച്ചതാണ്. അതിനു മുമ്പ് ഞാൻ വിളിച്ചിട്ട് പാസ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പാസ്റ്റർ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു, ആ പാട്ടിക്ക് സുഖമായോ, ആ പാട്ടി എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, തീർച്ചയായിട്ടും അവർക്ക് ഒരു സുഖം കിട്ടിയെന്നാണ്, ആ സുഖം മാറിയെന്നാണ് അവർ പറഞ്ഞതെന്ന് പറഞ്ഞു. എനിക്കത് കേട്ട വലിയ സന്തോഷമുണ്ടായി. എന്നാൽ അവിശ്വാസമുള്ള ആളുകളുടെ ഇടയിൽ നമുക്കിതൊന്നും പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല. വിശ്വാസത്തോടു കൂടി ആ പാട്ടി വന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവർക്കൊരു വിടുതൽ കിട്ടി. ഞാൻ ഹോസ്പിറ്റലിൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റിലെ ചില ഡോക്ടർമാരെ വിളിച്ചിട്ട്, ഒരു ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ, സാർ ഇങ്ങനെ എന്തൊരു മലയാളി കുടുംബമുണ്ട്, അപ്പോൾ നിങ്ങളൊന്ന് വന്നവരെ ഒന്ന് സംസാരിക്കുന്നത് നല്ലതായിരിക്കും. അവർ ആർസിക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് ദൈവത്തിനൊക്കെ പങ്കുവയ്ക്കാമല്ലോ, നിങ്ങളൊന്ന് വരുന്ന സഹായമായിരിക്കും, നിങ്ങൾ വന്ന് കൈ കൊടുത്താൽ മതി എന്നല്ല അവരെന്നോട് പറയുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഞാൻ ആ വീട്ടിൽ പോവുകയും അവർ യൂണിറ്റ് പ്രവർത്തനമായിട്ട് അവർ പോകുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ഞാൻ അവരുടെ കൂടെ പോകാറുണ്ട് രോഗികളെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല, ഞാൻ ഇവരുമായിട്ട് ഒരല്പസമയം സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ആ വീട്ടിൽ വെയിറ്റ് ചെയ്തു. ഒരു ഹെഡ് മിസ്ട്രസ് ആണ്, അവർക്ക് പ്രായമുണ്ട്, അവരുടെ കൈക്കും ഭയങ്കര വേദനയായിരുന്നു. സംസാരിച്ചുകൊണ്ടിടയ്ക്ക് ആ സഹോദരി ഉറങ്ങിപ്പോയി. അവരുടെ മകള്, പ്രായം ചെന്നവർ തന്നെയാണ്, അവർ എറണാകുളത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഇവരെ നോക്കാനായിട്ട്. അതുപോലെ തന്നെ അവരുടെ ഈ അമ്മയുടെ, ഈ ഹെഡ് മിസ്ട്രസിൻ്റെ മകൻ, അദ്ദേഹം പാരലൈസറായിട്ട് കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് അവിടെ ഉണ്ട്. അദ്ദേഹം അഡ്വക്കറ്റാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവരോട് ചോദിച്ചു, ഈ മകളോട്, അതായത് ഈ ഹെഡ് മിസ്ട്രസിൻ്റെ മകളോട് ഞാൻ ചോദിച്ചു, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു. ഉടനെ അവർ പറഞ്ഞു, അത് ദൈവം കൊടുത്ത ശിക്ഷയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നമ്മുടെ ദൈവം ഇങ്ങനെ നമ്മളെല്ലാം ഇങ്ങനെ കഷ്ടപ്പെടുത്തി രോഗികളാക്കി അങ്ങനെ പ്രയാസപ്പെടുത്തി, ഇപ്പോൾ രോഗികളെക്കാൾ കൂടുതൽ കഷ്ടം അനുഭവിക്കുന്ന ആ രോഗികളെ നോക്കാൻ നിൽക്കുന്നവർ, അവർ പറഞ്ഞത് അമ്മ പകൽ കിടന്നുറങ്ങും, രാത്രി ഉറക്കമില്ല, എന്നിട്ട് പേടിയാവുമെന്ന് പറഞ്ഞ് ലൈറ്റെല്ലാം അടിച്ച് ഞങ്ങളെല്ലാം എണിപ്പിച്ചെടുത്തു. അപ്പോൾ രോഗികളെ നോക്കുന്നതിനേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നത് രോഗികളെ നോക്കുന്ന ആളുകളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ദൈവത്തിന് ഇത് വലിയ സന്തോഷമാണോ, നിങ്ങളെങ്ങനെ കഷ്ടപ്പെടുത്തി വിഷമിപ്പിച്ച് നിങ്ങളുടെ ഈ ദുഃഖം കണ്ട്, ഈ ഞെരുക്കം കണ്ട്, ഈ പ്രയാസം കണ്ട് സന്തോഷിക്കുന്ന ഒരാളാണോ നമ്മുടെ ദൈവം എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അപ്പോൾ അവർക്ക് മറുപടി ഒന്നുമില്ല. അതിനുശേഷം ഞാൻ ദൈവദിനത്തിൽ നിന്ന് പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. അപ്പോൾ നീ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും സംസാരിച്ചോ, ഞാൻ കേട്ടുകൊള്ളാം എന്നൊരു നിസ്സംഗത അവസ്ഥയിലാണ് അവരിരുന്നത്.
അതുകൊണ്ട് ഞാനൊരു എന്നാലും ദൈവവചനം പറയാൻ കിട്ടിയൊരു അവസരമാണല്ലോ, എനിക്ക് വേറെ അവിടെ ഒന്നും പറയാനായിട്ടില്ല. ഞാൻ അതുകൊണ്ട് അവരോട് ഒരു അരമണിക്കൂറോളം സംസാരിച്ചു. അതിനുശേഷം ഞാൻ അവരുടെ ആ ഒരു മുഖത്തെ എക്സ്പ്രഷനും അവരുടെ രീതികളെല്ലാം കണ്ടപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇപ്പോൾ സിനിമാ കാര്യങ്ങളോ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് വലിയ സന്തോഷമാകുമായിരുന്നു, നിങ്ങൾ വേണമെങ്കിൽ അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് ചായയൊക്കെ തന്ന് മണിക്കൂറുകളോളം എന്നെ അവിടെ ഇരുത്തുമായിരുന്നു. ദൈവികമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വലിയ താല്പര്യമില്ലാതെ എനിക്ക് മനസ്സിലായി, എന്തായാലും ഞാൻ ഇറങ്ങണമെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് കഴിഞ്ഞില്ല, അവരെന്നോട് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, വിശ്വാസം ഉള്ളിടത്ത് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും, അവിശ്വാസം ഉള്ളിടത്ത് പ്രവർത്തിക്കാൻ കഴിയില്ല. അപ്പോൾ പിശാച് ചെയ്യുന്ന ഒരു വേല എന്ന് പറയുന്നത് തന്ത്രങ്ങൾ വരികയാണ്. അവരെ പഠിച്ചു വെച്ചിരിക്കുന്നത് ഇത് ദൈവം കൊടുത്ത ഒരു ശിക്ഷയാണ്, ദൈവം കൊടുത്ത ഒരു ദൈവം ബാലശിക്ഷ കൊടുക്കും. ദൈവം ബാലശിക്ഷ കൊടുക്കുന്നില്ല എന്നൊന്നും ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. പക്ഷേ എല്ലാ രോഗങ്ങളും എല്ലാ പ്രശ്നങ്ങളും ദൈവത്തിൽ നിന്നുള്ളതാണ് നിരൂപിച്ച് അനേക ആളുകൾ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വഞ്ചനയുടെ ആലോചന പിശാച് കൊടുത്ത് അവരതിൽ വിശ്വസിച്ചിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ കടന്നു പോകുന്ന സാഹചര്യം ഏതാണെന്ന് എനിക്കറിയില്ല. ഏത് സാഹചര്യം തന്നെയാണെങ്കിലും അതിൽ നിന്ന് തന്നെ വെളിയിൽ കൊണ്ടുവരാൻ ദൈവത്തിന് സാധിക്കും. പല കാര്യങ്ങളും പിശാച് കെട്ടുന്ന കെട്ടുകളാണ്. ഇത് എല്ലാവർക്കും ഒരു പക്ഷേ ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നൊന്നുമില്ല. എന്നാൽ പിശാച് തന്ത്രശാലി ആയതുകൊണ്ട് നമ്മുടെ അനുഗ്രഹങ്ങളെ അവൻ തടസ്സം ചെയ്യും. അത് എങ്ങനെയാണ് തടസ്സം ചെയ്യുന്നത്? രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിനെ പിശാചിനെ എങ്ങനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ചോദിക്കുന്ന പല ആളുകളുമുണ്ട്. എന്നാൽ പിശാച് അത് ചെയ്യുന്നതിന് നമ്മുടെ ഭാഗത്ത് നാം തുറന്നു കൊടുത്ത ചില വാതിലുകളുണ്ടാവും, ചില ഉടമ്പടികളുണ്ടാവും. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത്, പിശാചിന് ഇടം കൊടുക്കരുത്. പിശാചിന് ഇടം കൊടുത്തു കഴിഞ്ഞാൽ ആ വാതിലിലൂടെ അവൻ നമ്മുടെ മേലെ കയറി വരികയും നമ്മുടെ മേലെ അവൻ അവകാശം സ്ഥാപിക്കുകയും അങ്ങനെ നമ്മളെ കഷ്ടപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, എങ്ങനെയാണ് അങ്ങനെ അവന് അവകാശം സ്ഥാപിക്കാനായിട്ട് സാധിക്കുക, എങ്ങനെയാണ് അവനത് ചെയ്യുക എന്ന് നമ്മൾ ചോദിക്കും. നമ്മുടെ ജീവിതത്തിൽ നാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയിൽ കൂടി വരുന്നുണ്ടെങ്കിലും നാം അറിഞ്ഞോ അറിയാതെ ചെയ്തു പോകുന്ന പാപങ്ങൾ അത് ഏറ്റു പറയാതിരിക്കുന്നിടത്തോളം കാലം, യേശുക്രിസ്തുവിൻ രക്തം കൊണ്ട് കഴുകൽ പ്രാപിക്കാതിരിക്കുന്നിടത്തോളം കാലം അതിനകത്ത് അവകാശം പറയും. അപ്പോൾ അവൻ അതിൽ കയറി പ്രവർത്തിക്കാനായിട്ട് ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയ സഹോദരി, ഞാനിവിടെ ചുരുക്കുകയാണ്. വിപുലമായ വിശദമായ വീഡിയോകളെല്ലാം വരുന്ന ആളുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ദൈവം സഹായിക്കുമെങ്കിൽ, ദൈവത്തിൻ്റെ കൃപ തരുമെങ്കിൽ ഒത്തിരി വിശദമായ പഠനങ്ങളും ക്ലാസ്സുകളും എല്ലാം ഉണ്ടാകും. ദൈവം ആ നിലയിലേക്കൊക്കെ നടത്തട്ടെ. അപ്പോൾ എല്ലാം ഒന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല, ചിലതെല്ലാം പിശാചിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് വഞ്ചനപ്പെടാതിരിക്കുക. നാം ഏറ്റുപറയാത്ത പാപങ്ങളെ ഏറ്റുപറയുക. അപ്പോൾ പിശാചിനെ നമ്മുടെ മേലെ ഒരു ഉടമ്പടി സ്ഥാപിക്കാനായിട്ട് സാധിക്കില്ല. അവനെ കോടതിയിൽ ചെന്നിട്ട് ഇത് നിന്റെ മകൾ ചെയ്ത ഒരു പ്രശ്നമാണ് എന്ന് പറഞ്ഞ് അവനവിടെ ചെല്ലുവാനായിട്ട് പറ്റുകയില്ല. ചെല്ലുവാനായിട്ട് നമുക്ക് അവസരം കൊടുക്കാൻ പറ്റുകയില്ല. എങ്ങനെ നാം എന്ത് ചെയ്യണം? ഒരു പാപത്തിൽ വീണുപോയി നാം ഉടനെ കർത്താവിനോട് ഏറ്റുപറയണം, അനുദപിക്കണം. യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് അതിനെ കഴുകണം. അവനവിടെ ഈ കോടതിയിൽ അവനവിടെ ചെല്ലും. നമ്മുടെ ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ്. അവനവിടെ നമ്മുടെ ഫയലുമായിട്ട് അവിടെ ചെല്ലും. അവിടെ ചെന്നിട്ട് അവൻ പറയും, അവൻ ഇന്ന പാപം ചെയ്തിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ പാപം ചെയ്തിരിക്കുമ്പോൾ കർത്താവ് അതിനെ യേശുക്രിസ്തുവിൻ്റെ രക്തം കാണിച്ചു കൊടുക്കുക. അവനത് ഏറ്റു പറഞ്ഞിട്ടുണ്ട്, അവനത് കഴുകൽ പ്രാപിച്ചവനാണ്, നിനക്ക് അവൻ്റെ മുകളിൽ യാതൊരു അവസരങ്ങളും ഇല്ല എന്ന് പറയുന്ന നിമിഷം തന്നെ പിശാച് അവിടുന്ന് നമ്മളേറ്റ് ഓടിപ്പോകും. പക്ഷെ എന്നാലും നമ്മുടെ സഹോദരന്മാരെ പകൽ കുറ്റം ചുമത്തുന്ന ഒരുവനാണ് പിശാച്. അതുകൊണ്ട് പിശാചിന് ഇടം കൊടുക്കാതിരിക്കുക. നമ്മുടെ ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തിൽ ആശ്രയിക്കുക. നമ്മുടെ കർത്താവ് നല്ലവനാണ്, അവൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. അനേകരൊക്കെ ഈസ്റ്ററൊക്കെ ആഘോഷിച്ച നാളുകളാണ്. ഈസ്റ്ററിനെ കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം കർത്താവ് യേശുക്രിസ്തു ഓരോ വർഷവും വരികയും ഉയർത്തെഴുന്നേൽക്കുക അങ്ങനെയൊന്നുമല്ല. 2000 വർഷം കൊണ്ട് കർത്താവ് യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്ന് ജീവിക്കുന്നു. ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഈസ്റ്ററിൻ്റെ ഒരു അനുഭവം ഉണ്ടാകണം. അത് ഇന്നലെ മിനിങ്ങാന്നൊന്നും മാത്രമല്ല, എല്ലാ ദിവസങ്ങളും അങ്ങനെ ഉണ്ടാകണം. അത് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. സന്തോഷമുള്ളവരായിരിക്കാൻ തിരുവെഴുത്ത് നമ്മോട് പറയുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കും. നാം നിരാശപ്പെട്ട് കാണാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, അത് ആഗ്രഹിക്കുന്ന പിശാചാണ്. അതുകൊണ്ട് പിശാചിന് ഇടം കൊടുക്കാതെ വരുന്ന ആളുകളിൽ മുന്നോട്ട് പോകാൻ തക്കണം. ദൈവത്തിന് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളെ സ്നേഹിക്കുന്ന അങ്ങയുടെ വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പിതാവേ, അവിടുത്തെ പുത്രനെ അയച്ച് ഞങ്ങളെ സ്നേഹിച്ചല്ലോ. കർത്താവെ, അങ്ങ് എത്ര നല്ലവൻ. കർത്താവെ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്ന പിതാവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അവിടുന്ന് മഹത്വമുള്ള ദൈവമാണ്. കർത്താവെ, അവിടുത്തെ പുത്രൻ മുഖാന്തരം ഞങ്ങൾക്ക് ലഭിച്ച വീണ്ടെടുപ്പിനും രക്ഷയ്ക്കുമായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന് നൽകാനായിട്ട് സ്തോത്രം. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ സന്തോഷവും സമാധാനവും നൽകുന്നോർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ ഞങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കഴുകൽ പ്രാപിച്ച് മുന്നോട്ട് പോകാൻ തക്കണം. ഇന്ന് വചനം കേട്ട ഓരോ മക്കളെയും ഞാൻ അനുഗ്രഹിക്കണമേ. കർത്താവ്, യേശുക്രിസ്തുവിൻ്റെ രക്തം ഞങ്ങൾക്ക് കർത്താവെ ഒരു പ്രൊട്ടക്ഷനായിട്ട് അങ്ങ് നൽകിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവ്, വചനം കേട്ട മക്കളൊക്കെ ഞാൻ അനുഗ്രഹിക്കണമേ. കർത്താവെ, അവരെല്ലാം യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് കവർ ചെയ്യുന്നു.
കർത്താവെ. ഈ വീഡിയോ അത് പിശാചിന് ഒട്ടും ഇഷ്ടമുള്ളതല്ല കർത്താവെ. അത് ആളുകളിലേക്ക് എത്താതിരിക്കാൻ അവൻ എല്ലാം പണിയെടുക്കും. എന്നാൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവൻ്റെ ഇടപാടുകളെ ഞാൻ എതിർക്കുന്നു. ഹോളി ഗോസ്റ്റ് ഫയർ യേശുവിന്റെ നാമത്തിൽ പിശാചിന്റെ എല്ലാ ഇടപാടുകളും ഞാൻ എതിർക്കുന്നു. ഈ വീഡിയോ അനേകരിലേക്ക് എത്തട്ടെ. അവർ ആശ്വാസം പ്രാപിക്കട്ടെ, സന്തോഷമുള്ളവരായിട്ട് തീരട്ടെ, പിശാചിന്റെ വഞ്ചനയിൽ കുടുങ്ങാതെ ദൈവത്തിന് മഹത്വം കൊടുത്ത് ജീവിക്കാനുള്ള കൃപ അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെയൊക്കെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ കർത്താവെ. ധാരാളം കൃപ കൊടുക്കണം പ്രാർത്ഥിക്കുന്നു. അതിന് കേട്ട മക്കളൊക്കെ അനുഗ്രഹിക്കണമേ കർത്താവ്. അങ്ങനെ നാമത്തെ മഹത്വപ്പെടുത്തണം യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ.